തിരുവനന്തപുരം കഴക്കൂട്ടം ഫ്ലൈ ഓവറിന് താഴെയായിട്ടുള്ള പാർക്കിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും ഇത് NH66 തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്, റോഡ് സൈഡിലല്ല. ഈ കാണുന്ന പോലെ എമർജൻസി ആയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ഒന്നുമില്ലല്ലോ, വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തോട്ടെ, എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരോട് വേറൊന്നും പറയാനില്ല, ലേശം കഞ്ഞി എടുക്കട്ടെ എന്നേ ചോദിക്കാനുള്ളൂ. ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. പക്ഷേ അവിടെ നിന്ന് വാഹനങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ NH66 പോകുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? എന്തായാലും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ് കൃത്യമായി ഉത്തരം തരേണ്ടത്. ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് വരെ 2 ലൈനായിട്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ജംഗ്ഷൻ കഴിഞ്ഞാൽ 1.5 ലൈനായിട്ട് മാറും. വലിയ വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ 1 ലൈൻ മാത്രം. സമയം ഇപ്പോൾ വൈകുന്നേരം 5:32. വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ തിരക്ക് വരുന്ന സമയത്ത് എന്താവും സംഭവിക്കുക? ഇപ്പോൾ ഇതാ ഒരു കാർ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. അവിടെ നിർത്തിയിരിക്കുന്ന ക്രെയിനിൻ്റെ ടയർ റോഡിലേക്കാണ്. ചെറുതായിട്ടൊന്ന് തട്ടിയാൽ പോലും വലിയ അപകടം സംഭവിക്കാൻ വളരെ എളുപ്പം. എന്തായാലും ഹൈവേ കയ്യേറിക്കൊണ്ട് ഇത്തരത്തിലുള്ള പാർക്കിങ്ങുകൾ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തും. എത്തേണ്ടവരിലേക്ക് നമ്മുടെ ശബ്ദം എത്തിച്ചേരട്ടെ.